ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ഒരു കായിക നിമിഷം 1983 ആ ലോകകപ്പ് വിജയം. എന്നാൽ അതിനു പിന്നിൽ, കളിക്കളത്തിന് പുറത്ത്, ബഹിരാകാശത്തൊരു ഹീറോയുടെ കഥയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് നമ്മൾ ആ കഥയിലേക്കാണ് പോകുന്നത്. നമുക്കൊരു നിമിഷം 1983 ജൂണിലേക്കൊന്ന് തിരിച്ചുപോകാം. ഒന്നോർത്തു നോക്കൂ, കപിലിന്റെ ചെകുത്താന്മാർ ലോർഡ്സിൽ ഫൈനൽ കടിക്കുകയാണ്. ഇന്ത്യയിലെ ഓരോ വീട്ടിലും അന്ന് ഉത്സവപ്രതീതിയായിരുന്നു. ശ്വാസമടക്കി പിടിച്ചാണ് രാജ്യം മുഴുവൻ ആ മത്സരം കണ്ടത്. ഇതായിരുന്നു അന്നത്തെ ഒരു കാഴ്ച. കിലോമീറ്ററുകളുടെ ദൂരമൊന്നും ഒരു തടസ്സമായിരുന്നില്ല. നാടും നഗരവും ഗ്രാമങ്ങളുമെല്ലാം ഒരൊറ്റ സ്ക്രീനിനു മുന്നിൽ ഒന്നായി. അത് ശരിക്കും ഒരു രാജ്യത്തെ ഒന്നിപ്പിച്ചൊരു നിമിഷം തന്നെയായിരുന്നു. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ? ഇന്നത്തെ പോലെ ഇന്റർനെറ്റോ കേബിൾ ടിവിയോ ഇല്ലാത്ത ആ കാലത്ത് ലണ്ടനിൽ നടക്കുന്നൊരു കളി എങ്ങനെയാണ് ഇന്ത്യയുടെ മുക്കിലും മൂലയിലും ഒരേ സമയം ലൈവായി എത്തിയത്? ഇതിന് പിന്നിലൊരു വലിയ എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയുണ്ട്. ശരി, നമുക്ക് ആ രഹസ്യത്തിലേക്ക് വരാം. ഈ സംപ്രേഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആ സാങ്കേതിക വിദ്യ എന്തായിരുന്നുവെന്ന് നോക്കാം. കൂട്ടത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് പൊതുവെയുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്ക് തിരുത്തുകയും ചെയ്യാം. ഇവിടെയാണ് രസകരമായ കാര്യം. പലരും കരുതുന്നത് ഇൻസാറ്റ് 1B എന്ന സാറ്റലൈറ്റാണ് ഈ ലൈവ് സംപ്രേഷണം സാധ്യമാക്കിയതെന്നാണ്. പക്ഷേ സത്യം അതല്ല. കാരണം ഇൻസാറ്റ് 1B വിക്ഷേപിച്ചത് തന്നെ ആ ലോകകപ്പ് ഫൈനൽ കഴിഞ്ഞ് ഏകദേശം 2 മാസങ്ങൾക്ക് ശേഷമാണ്. അതെ, യഥാർത്ഥ ഹീറോ ഇൻസാറ്റ് 1A ആയിരുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അതിന്റെ ആയുസ് വളരെ കുറവായിരുന്നു. എങ്കിലും ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരേ സമയം ഒരു പരിപാടി സംപ്രേഷണം ചെയ്യുക എന്ന വിപ്ലവകരമായ ആശയത്തിന് ജീവൻ നൽകിയത് ഇൻസാറ്റ് 1A ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് സാധ്യമായത്? അതിന് പിന്നിലെ ആ ബ്രില്യന്റ് ഐഡിയ എന്താണെന്നറിയാമോ? അതാണ് ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്, അല്ലെങ്കിൽ ഭൂസ്ഥിരഭ്രമണപഥം. ഇത് വളരെ സിമ്പിളാണ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്ന അതേ വേഗതയിൽ ഈ ഉപഗ്രഹവും ഭൂമിയെ ചുറ്റും. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ആ ഉപഗ്രഹം എപ്പോഴും ആകാശത്ത് ഒരേ സ്ഥലത്ത് നിൽക്കുന്നതായി നമുക്ക് തോന്നും. ഇത് മനസ്സിലാക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. നിങ്ങളൊരു മറിഗോ റൗണ്ടിന്റെ നടുവിൽ നിൽക്കുകയാണെന്ന് വെറുതെ സങ്കൽപ്പിക്കുക. നിങ്ങളുടെ ഒരു സുഹൃത്ത് അതിന്റെ അറ്റത്തും നിൽക്കുന്നു. അത് കറങ്ങുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് നീങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്ത് ഒരിടത്തും പോകാതെ അവിടെ തന്നെ നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഇതേ തത്വമാണ് ഇവിടെയും. ഈ ഒരു മാജിക് നടക്കണമെങ്കിൽ ഉപഗ്രഹം ഭൂമിയിൽ നിന്ന് എത്ര ഉയരത്തിലായിരിക്കണമെന്നോ? ഏകദേശം 36,000 കിലോമീറ്റർ. കൃത്യമായി പറഞ്ഞാൽ 35,786 കിലോമീറ്റർ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര വലിയ ദൂരമാണെന്ന്. അപ്പോ ISRO ചെയ്തതെന്താണെന്ന് വെച്ചാൽ, ആയിരക്കണക്കിന് ചെറിയ ടവറുകൾ രാജ്യത്ത് പലയിടത്തായി വെക്കുന്നതിന് പകരം ഇന്ത്യയെ മുഴുവൻ കാണാൻ കഴിയുന്ന ഒരു ഒറ്റ ഭീമൻ ടവർ ആകാശത്ത് സ്ഥാപിച്ചു. ശരി, ഇനി ആ ലോകകപ്പ് ഫൈനൽ നടന്ന ദിവസം ലണ്ടനിൽ നിന്നുള്ള സിഗ്നലിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. എങ്ങനെയാണത് ഇന്ത്യയിലെ ഓരോ ടിവിയിലും എത്തിയത്? അതിന്റെ യാത്ര ശരിക്കും രസകരമാണ്. ഇതൊരു അവിശ്വസനീയമായ യാത്രയാണ്. ലണ്ടനിലെ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്ന് ഒരു സിഗ്നൽ പുറപ്പെടുന്നു. അത് ബഹിരാകാശത്തുള്ള ഒരു സാറ്റലൈറ്റിൽ തട്ടുന്നു. താഴെ ഇന്ത്യയിലെ ഹാസനിലുള്ള ഒരു സ്റ്റേഷനിലെത്തുന്നു. അവിടെ നിന്ന് അതിനെ കൂടുതൽ ശക്തമാക്കിയും വീണ്ടും മുകളിലേക്ക് ഇൻസാറ്റ് 1Aയിലേക്ക് അയക്കുന്നു. അവസാനം അവിടെ നിന്നാണ് അത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ടിവികളിലേക്ക് എത്തുന്നത്. അപ്പോ ഈ വലിയ എഞ്ചിനീയറിംഗ് നേട്ടം സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആകാശത്ത് ഇത്രയും വലിയ സാങ്കേതികവിദ്യ പ്രവർത്തിക്കുമ്പോഴും താഴെ ഭൂമിയിൽ കാഴ്ച അത്ര എളുപ്പമായിരുന്നില്ല. ഇടയ്ക്കിടെ സിഗ്നൽ പോകും, ചിത്രം മങ്ങും. എന്നാലും ആരും അതൊന്നും കാര്യമാക്കിയില്ല. കാരണം ആ നിമിഷത്തിന്റെ ആവേശത്തിന് അതൊന്നും ഒരു തടസ്സമേ ആയിരുന്നില്ല. ഇത് ശരിക്കും ചരിത്രമായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള ആളുകൾ ഒരേ നിമിഷം ഒരേ ആവേശത്തോടെ ഒരേ വിജയത്തിനായി ആർത്തുവിളിച്ചത്. ഭാഷയുടെയോ സംസ്കാരത്തിന്റെയോ ദൂരത്തിന്റെയോ അതിരുകളില്ലാതെ ഒരു രാജ്യം ഒന്നായി. ചുരുക്കിപ്പറഞ്ഞാൽ ഇതാണ് സംഭവിച്ചത്. ക്രിക്കറ്റ് എന്ന വികാരം ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളെയാണ് ഒരുമിപ്പിച്ചതെങ്കിൽ ആ ഹൃദയങ്ങളെ ഭൗതികമായി ഒരുമിപ്പിച്ചത് ISROയുടെ സാങ്കേതിക വിദ്യയായിരുന്നു. 1983 ഒരു ഉപഗ്രഹം ഒരു രാജ്യത്തെ മുഴുവൻ ഒരുമിപ്പിച്ചു. അതൊരു തുടക്കം മാത്രമായിരുന്നു. അപ്പോ ഇന്ന് നമുക്ക് ചുറ്റും നമ്മളറിയാതെ നമ്മളെ ഒന്നിപ്പിക്കുന്ന ഇതുപോലെയുള്ള അദൃശ്യമായ സാങ്കേതിക വിദ്യകൾ ഏതൊക്കെയായിരിക്കും?
ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതല്ലേ